കൊള്ളാം. നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഏലക്കയാണ് അടിപൊളി പച്ചക്കളർ. ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 2 ആഴ്ച മുമ്പാണ് ചെയ്തിട്ടുണ്ടായത്. വേറെ ഒന്നുമല്ല, 24 hours റെഡ് ഫുഡ് ചാലഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. 24 മണിക്കൂർ റെഡ് കളർ മാത്രം നമ്മൾ റെഡ് കളറിലുള്ള ഫുഡ് മാത്രം നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേറെ കളറാണ്. ഇപ്പൊ ഈ ഒരു കളർ ഡ്രസ് ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 24 hours ഗ്രീൻ ഫുഡ് ചലഞ്ച് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിതേ കുറെ സാധനങ്ങൾ നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചക്കളറിലെ കുറെ ഗ്രേപ്സ്, പിന്നെ അതുപോലെ തന്നെ ലീസ്, അങ്ങനെ പല പല സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ രാവിലെയാണ്. അപ്പൊ നമുക്ക് രാവിലത്തെ ഫുഡ് നമുക്ക് റെഡി ആക്കാം. അപ്പൊ ഇതേ നമ്മള് രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ചപ്പാത്തിയാണ്. ഇപ്പൊ ഞാൻ ഒരു ചപ്പാത്തിയുടെ ഉരുള എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കുറെ പച്ചക്കളറിലെ സാധനമുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അമ്മയാണ് എല്ലാം കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതില് ലീഫ് ഉണ്ട്, കൊറിയാണ്ടർ ലീഫാണ്. കൊറിയാണ്ടർ ലീഫുണ്ട്, പിന്നെ ബ്രൊക്കോളി ഇവിടെ മേടിച്ച് വെള്ളത്തിൽ ഇട്ടേക്കണം ഞാൻ കണ്ടിട്ട്. അപ്പൊ ചിലപ്പോൾ ഇതിലുണ്ടാവുന്ന എനിക്ക് തോന്നി. എന്ത് ടേസ്റ്റ് ആയിരിക്കും എനിക്ക് ഒരു പിടിയില്ല. സാധാരണ ചപ്പാത്തി കഴിക്കണമെങ്കിൽ 2 ചപ്പാത്തി ആയിരിക്കട്ടെ കഴിക്കാറ്. ഇപ്പൊ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ള ടേസ്റ്റ് എനിക്ക് പിടിക്കില്ലെന്ന് എനിക്കറിയാം. വെജിറ്റബിൾ അല്ലേ, ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നമുക്കിത് പരത്തി എടുക്കാം. അപ്പൊ അതിന്റെ കുറച്ച് പൊടി ഇങ്ങനെ തരാം. അപ്പൊ നമ്മളിതില് മല്ലിയിലും പിന്നെ ബ്രൊക്കോളി മാത്രമല്ല ചേർത്തിട്ടുള്ളത്, സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അമ്മ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് നേരം അമ്മ കുഴച്ച് വെച്ചിട്ട് അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ വെള്ളം കുറച്ച് ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പരത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കിവിടെ ചപ്പാത്തി ഉണ്ടാ. അപ്പൊ ചില സമയത്ത് ആണ്ടിൽ ഒരിക്കലെങ്കിലും എന്ന രീതിയിൽ എനിക്ക് ചിലപ്പോൾ സർക്കിൾ കിട്ടും. ബാക്കിയുള്ള സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ മാപ്പിന്റെ ഔട്ട്ലൈൻ പോലെ വരുന്ന ഓംലെറ്റ് മാതിരി ഉണ്ടല്ലോ. അത് ഞാനല്ലേ ഇപ്പൊ പറഞ്ഞു, ഓംലെറ്റ്. അപ്പൊ ഇത് നമ്മൾ പരത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പൊ നമ്മളിത് ചുടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇതവിടെ ഇങ്ങനെ മുടങ്ങിപ്പോയി. കളിയാക്കണല്ലോ നീ ശരിക്കും പറയണ. എനിക്കൊരു സംശയം. എനിക്കറിയത്തില്ല, കാര്യം വെജിറ്റബിൾ ആയതുകൊണ്ട് ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടണമെന്നും ഉണ്ടാവില്ല. വെജിറ്റബിൾ അല്ല, എനിക്ക് ഗ്രീൻ കളർ ചെയ്യണം താല്പര്യം ഉണ്ടായില്ല. കാരണം ഗ്രീൻ കളർ കൊണ്ടുപോയി വെജിറ്റബിൾ ആയിരിക്കും. അമ്മക്കൊക്കെ ഭയങ്കര ആ ഗ്രീൻ ചെയ്തോ വെജിറ്റബിൾ അല്ലേ. അതെ, ഇപ്പൊ ചിക്കനും ബീഫും പച്ചക്കളർ അല്ലല്ലോ. കുറച്ച് എണ്ണയും കൂടി തേച്ചെടുക്കാട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അയ്യോ, പേടിയാവണം എനിക്കിത് കഴിക്കാൻ. അപ്പൊ ഗൈസ്, നമ്മുടെ ഗ്രീൻ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെ, അപ്പൊ ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ വേറെ എന്നാലും നമ്മുടെ പച്ച ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ ബ്രൊക്കോളി സൂപ്പാണ്. അപ്പൊ എനിക്ക് നല്ല വിശപ്പുണ്ട്, നമുക്കിത് കഴിക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേണ്. അപ്പൊ നമ്മുടെ ചപ്പാത്തി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എന്താന്ന് പറഞ്ഞത് ഒരു ചമ്മന്തിയാണ്. ഇത് മല്ലിയില വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചമ്മന്തി അല്ലേ, മല്ലിയില അല്ലേ? അതെ, അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി. അപ്പൊ നല്ല അടിപൊളി പച്ച കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഒരു ധാരണയില്ല. അപ്പൊ കഴിച്ചു നോക്കാം. രുചി ഉണ്ടായാൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ല വിശപ്പുണ്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ ചപ്പാത്തിയും ചമ്മന്തിയാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തി നമ്മുടെ ചമ്മന്തി ഇട്ടൊന്ന് കഴിച്ചു വെക്കാൻ പോണേണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റ് എന്താവുന്ന അറിയാൻ പാടില്ല. കുഴപ്പമില്ല, ചമ്മന്തിക്ക് കുറച്ച് ഉപ്പ് കൂടിപ്പോയി. അതെ, കുറച്ച് ഉപ്പ് വായ വെച്ചപ്പോൾ തന്നെ ഉപ്പാണ് നല്ല കേക്ക് അടിക്കണത്. കുഴപ്പമില്ല, ചപ്പാത്തി ഭയങ്കര ഫ്ലേവറൊന്നും ഇല്ല കേട്ടോ. ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തിക്ക് അധികം രുചി ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ പച്ചില വെറുതെ ഇങ്ങനെ കഴിക്കണ ആ ഒരു ഫീലാണ് നമ്മൾ അതിൻ്റെ അകത്തിട്ടേക്കണ എന്താ പറയുക സ്പ്രിംഗ് ഓണിയനൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു ഫീല്. ചമ്മന്തി എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ഉപ്പ് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ചപ്പാത്തിയും നമ്മുടെ ചമ്മന്തിയും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സൂപ്പ് കുടിച്ച് നോക്കാം എന്താവോ എന്തോ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ ബ്രൊക്കോളി സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഭയങ്കര ഡാർക്ക് ഗ്രീൻ കളർ അല്ല, ഒരു പിസ്താഷ്യോ ഗ്രീൻ കളറാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൊക്കോളി ഞാൻ ഒന്ന് കഷ്ണമായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ വേവിച്ചിട്ട് ജസ്റ്റ് അരച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൊള്ളാം. പിന്നെ
നല്ല സൂപ്പ്. നമ്മൾ സാധാ ചിക്കൻ സൂപ്പൊക്കെ കുടിക്കില്ല, അത് തന്നെ. ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഇല്ല, പക്ഷെ ബ്രൊക്കോളിയുടെ ഒരു നല്ല ടേസ്റ്റ്. ഓ മൈ ഗോഡ്. അപ്പോൾ എനിക്ക് ചപ്പാത്തി ഉണ്ട്, എനിക്ക് തോന്നി. നമ്മൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ചെറിയൊരു കഷ്ണം നമ്മൾ മേടിച്ചിട്ട്, അപ്പോൾ കുറച്ച് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് പച്ചച്ചോറാണ്. പച്ചച്ചോറെന്ന് പറയുമ്പോൾ പച്ച കളറിലെ ചോറാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ മല്ലിയില ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തു. അതിലേക്ക് ഞാൻ അല്പം വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത്, എന്നിട്ട് അത് ഞാൻ ബട്ടറിലിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ബിരിയാണി അരിയാണ് കേട്ടോ. അത് നമ്മൾ വേവിച്ചിട്ട് അതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോറാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കുക്കുംബർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പയർ കറി ഉണ്ട്, പിന്നെ നമുക്കത് ഗ്രീൻ ഒലീവ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ വെറുതെ വെച്ചെന്നാണ് ഉപ്പിലിട്ട്, അതെ ഫുള്ള് വെച്ച. അപ്പോൾ എല്ലാം അത് നല്ല അടിപൊളി പച്ച കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. മല്ലിയില എനിക്ക് അത്ര വലിയ അങ്ങനെ താല്പര്യമില്ല, എന്നാലും നോക്കട്ടെ. കുഴപ്പമില്ല, ചെറിയൊരു ഫ്ലേവറേ ഉള്ളൂ. ഞാൻ അധികം മല്ലിയില ചേർത്തില്ല, പക്ഷെ എന്നാലും നല്ലൊരു ഗ്രീൻ കളർ ഉണ്ട്. ഇല്ല, സ്പ്രിംഗ് ഓണിയൻ ആയിട്ടില്ല. കാര്യം അതിന് പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും എനിക്കൊന്നും തോന്നാറുണ്ട്, അതൊന്നും ഞാൻ ആയിട്ടില്ല. ജസ്റ്റ് ഈ മല്ലിയില മാത്രമേ ഉള്ളൂ. പക്ഷേ അധികം ഫ്ലേവേഴ്സ് ഇല്ല, എന്നാൽ ചെറിയൊരു മല്ലിയിലയുടെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് ഇട്ടുള്ളൂ. എനിക്ക് അധികം ഇട്ടാൽ ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്തായാലും കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമൂൽ കൂൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എലാച്ചി ഫ്ലേവർ ആണ് കേട്ടോ, അതായത് പിസ്ത ഫ്ലേവർ ആണെന്ന് തോന്നുന്നു അല്ലേ? എലാച്ചി എന്ന് പറഞ്ഞാൽ പിസ്ത അല്ലേ? എനിക്കൊന്ന് പച്ച കളറായിട്ട് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആണോ? എലാച്ചി പിസ്ത അല്ലേ? ഏലക്കയാണോ? ഏലക്കല്ലേ, സോറി ഗൈസ്. ഇത് അപ്പോൾ എലാച്ചി ഫ്ലേവർ ആണ്, എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കാര്യം അമൂലിൻ്റെ നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ മേടിക്കാറുണ്ട്, പല പല ഫ്ലേവേഴ്സ് നമ്മൾ മേടിക്കാറുണ്ട്. പൊട്ടിക്കാൻ പറ്റത്തില്ല, ആരോഗ്യമില്ലാത്തതിന്റെ അല്ല, അത് ഭയങ്കര മുറുക്കി ഫുഡ് വെച്ചേക്കണം, അതിന് ഒരു ഫുഡ് വെച്ചേക്കണം. അപ്പൊ ഞാനിത് ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ കുടിക്കാൻ പോയപ്പോ ഒരാള് എന്നെ നോക്കി ഇവിടെ വന്നിട്ടുണ്ട്. സ്നോവി വേണാ? സ്നോവി വേണോ? കാര്യമില്ല. നമ്മൾ വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കപ്പ ഇവക്കൊന്ന് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കഴിക്കാതിരുന്നാലും അപ്പം ഇവിടുത്തെ മണം പിടിച്ചതേ വാലാട്ടി നിന്നോളും. ഇതാണ് ഇപ്പൊ നമുക്ക് പ്രശ്നം വെച്ചാൽ നമ്മളിങ്ങനെ തിന്നുമ്പോഴേക്കും ഇവിടെ വായി നോക്കി നിൽക്കും എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഇതേപോലെ ഇപ്പം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും തിന്നണം, അപദേശം എന്തെങ്കിലും വന്ന് തിന്നണം എനിക്ക്, അപ്പോൾ എൻ്റെ മേത്ത് ചാടി ഒന്നെങ്കിൽ കുടിക്കണ സാധനമാണെങ്കിൽ കുടിച്ചിട്ടുണ്ടാവും, കഴിക്കണ സാധനമാണെങ്കിൽ അവൾ എന്തെങ്കിലും നക്കിയിട്ടെങ്കിലും വരുമ്പോൾ അവള് പോകുള്ളൂ. അത്രയും അറ്റാക്കാണ് അവള്. അല്ല ശരി, വേണ കുറച്ച് കുടിക്കാൻ വേണം, മണുക്കണുണ്ട് അവള് അതെ കൊതിപ്പിക്കണ്ട പാവം. എങ്ങനെയുണ്ടെന്ന് പറ, കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഇലാച്ചി ഫ്ലേവർ കൊള്ളാട്ടാ, അതന്നെ ഏലക്ക ഫ്ലേവർ, വെറുതെ പിസ്താന്ന് പറഞ്ഞു. എന്തായാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അപ്പൊ നമ്മള് ഒരു 5 മണി ആയിട്ടുണ്ട്, 5:05 ഇപ്പോൾ സമയം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. വേറെ എന്തല്ല, ഒരു ഷേക്കാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഷേക്ക് എന്ന് പറഞ്ഞാൽ കിവി ഷേക്കാണ്. അപ്പോൾ നമ്മൾ 2 കിവി നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ കിവി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാല് ജസ്റ്റ് കട്ടിയാക്കി എടുത്തിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഐസ്ക്രീം ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് വീട്ടിൽ ഒന്ന് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ തൊലി ഇത് കളഞ്ഞിട്ട് ഇത് അരിഞ്ഞെടുക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഷേക്ക് ഇതേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാ തിക്കാണ്. എന്ത് തിക്കാന്ന് അറിയോ, നമ്മൾ ഐസ്ക്രീം ഒന്നും ഇടാണ്ടാണ് ഇത്രയും തിക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ ലേസ് ഉണ്ട്, പച്ച ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഷേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ്, നല്ല തണുപ്പുണ്ട്. നമ്മൾ നല്ല കട്ടപ്പാലെടുത്തുകൊണ്ട് നല്ല തിക്കായിട്ടും കിട്ടിയും, പിന്നെ അതുപോലെ നല്ല തണുപ്പുമുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ഐസ് ഒന്നും ഇട്ടില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, ആവശ്യത്തിന് മധുരം, പെർഫെക്റ്റ്.
എന്റെ ഫേവറേറ്റ് ലേസ്. അതെ എനിക്ക് തോന്നുന്നത് നമ്മള് സാധാരണ ലേസ് മേടിക്കണമെങ്കിൽ ചെറുതല്ല മേടിക്കുള്ളായിരിക്കും അല്ലെ, പക്ഷെ പച്ച ചെയ്തോണ്ടാണ് ചേട്ടൻ ഇത്രയും വലുത് മേടിച്ചതെന്നാണ് എനിക്കൊരു ഡൗട്ട്. പച്ച ചേട്ടന് തീർക്കാണ്ടിരിക്കാൻ വേണ്ടി. ആയി നല്ല മണം, ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. എൻ്റെ ഷേക്ക് തീർന്നു. ഇത് ഞാൻ ചേട്ടന് കുറച്ച് കൊടുത്തിട്ടാണ്, പെട്ടെന്ന് തീർന്നു. എന്തായാലും നമ്മുടെ ഈവനിങ്ങിലെ ഫുഡ് അടി തീർന്നിട്ടുണ്ട്. അതായത് അടിപൊളി ഷേക്കാണ് കേട്ടോ. ഇനി നമുക്ക് രാത്രി ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. അപ്പോൾ നമുക്ക് രാത്രി കാണാം. എൻ്റെ മോനെ ഒരു ലെവല് സാധനം. അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് നമ്മുടെ അൽഫാമാണ് നമ്മുടെ രാത്രിത്തെ ഫുഡ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, എനിക്ക് ഈ അൽഫാമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാ അൽഫാമല്ല മേടിച്ചിരിക്കുന്നത്, നമ്മൾ കാന്താരി അൽഫാമാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഒരു പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാന്താരി അൽഫാം മേടിച്ചിരിക്കുന്നത്. ഗ്രീൻ പെപ്പർ അൽഫാമാണ് മേടിക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് നമുക്ക് ഒരിടത്തും കിട്ടുന്നുണ്ട്. നോർമൽ അൽഫാം അങ്ങനത്തെ എല്ലാരും അതാണല്ലോ മേടിക്കണതുകൊണ്ട് കടക്കാരെല്ലാം അത് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗ്രീൻ ചട്നി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അതിൽ ഇങ്ങനെ ഗ്രീൻ കളർ ഉണ്ട്, പക്ഷെ നമ്മൾ ക്യാമറയിൽ എത്ര നേരം ആ ഒരു ഗ്രീൻ കളർ കിട്ടാൻ നോക്കിയിട്ട് അതിങ്ങനെ കറുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ പെരട്ടുമ്പോൾ ഗ്രീൻ മസാലയാണ് പെരട്ടണമെന്ന് കടക്കാർ പറഞ്ഞത്. പക്ഷെ എന്തായാലും നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴേക്കും അതെന്തായാലും അങ്ങനെ റെഡിഷ് കളർ ആവുക അല്ലെങ്കിൽ അത് കറുത്ത് പോകാൻ എന്താവുമല്ലോ. പക്ഷെ ഇതിൽ ചെറുതായിട്ട് ഗ്രീൻ കളർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിത് കഴിക്കാമെന്ന് വിചാരിക്കുന്നതാണ്. പിന്നെ ഇത് കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് കുപ്പൂസാണ്. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് കുപ്പൂസ് വൈറ്റ് കളർ ആണല്ലോ എന്ന്. പക്ഷെ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒപ്പം വേറെ കഴിക്കാനായിട്ട് ഗ്രീൻ കളറായിട്ടൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും കുപ്പൂസ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം മറന്നു, നമ്മൾ ഇതിൻ്റെ ഒപ്പം കുടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള മൗണ്ടെയിൻ ഡ്യൂ ആണ് ഈ ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ പച്ചയാണ്, അതുകൊണ്ടാണ് നമ്മളിത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. ശരിയാ, ഞാൻ തന്നെ പൊട്ടിക്കും. അതെ, ആരോഗ്യമില്ലെന്നല്ലേ പറയണം, അതുകൊണ്ട് ഞാൻ തന്നെ പൊട്ടിക്കുന്നു ശബ്ദം ചെയ്തിട്ടാണ് വന്നത്. ഇതാണ് ശരിക്കും അടിപൊളി പച്ചക്കളർ, നല്ല രസം കാണാൻ. ഞാൻ ആദ്യമായിട്ട് മൗണ്ടെയിൻ ഡ്യൂ കുടിക്കാൻ പോണേ. മൗണ്ടെയിൻ ഡ്യൂവും അൽഫാമും ഒരു അടിപ്പം കോമ്പോ. അതെ, പോയി ഞാൻ ഇത് കുടിച്ചു നോക്കട്ടെ കേട്ടോ. ശബ്ദം കേൾക്കുന്ന സാധനം വന്നു. ഇങ്ങനെ എനിക്ക് വന്നില്ല തോന്നുന്നു. ചില സമയത്ത് ചിലവർക്കൊക്കെ ഇങ്ങനെ ഞാൻ കേൾക്കാറുണ്ട്, ചില സമയത്ത് എനിക്ക് വരും കേട്ടോ. പക്ഷെ ഇത് എന്തോ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടും വന്നില്ല. അത് അടിപൊളി. ഞാൻ അതിട്ട് കുടിക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ല നല്ല കളറും നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ അൽഫാമിൻ്റെ മുമ്പേ ഇരുന്നിട്ട് എനിക്ക് കൊതി വന്നിട്ട് പോയി. അപ്പം ഞാൻ അത് കഴിക്കട്ടെ കേട്ടോ. ഒരു പീസ് ഈ അൽഫാമിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ടല്ലോ, ആ വായിലൊക്കെ ഇങ്ങോട്ട് വെച്ചാൽ മതി. എൻ്റെ മോനെ ആണോ? നല്ല എരിവുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി. ഇത് അൽഫാമും അതുപോലെ തന്നെ നമുക്ക് ഒരു കുപ്പൂസും കൂടി ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ആൾക്കാരെ കൊതിപ്പിക്കട്ടെ. അതെ, അടിപൊളിയായിട്ടുള്ള ഒരു പീസാണ്. ഒരാളിവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് കേട്ടോ അടിയിൽ. അതെ, മണം. എന്താണ് ഈ ചേച്ചി കഴിക്കണം എന്ന് വിചാരിച്ചാണ് അവളീ നടക്കണത്. ഞാൻ കഴിക്കട്ടെ. അടിപൊളി. അതിന്റെ ഇടയ്ക്ക് ഇതും കൂടി കുടിക്കണം. അതെ, അടിയില് ബഹളം തുടങ്ങി. അപ്പോൾ ഗൈസ് ഇപ്പോൾ 10 മണിയാവാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കിടക്കാനായിട്ട് സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല എരിവല്ല അൽഫാം തിന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എരിവ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഫുഡ് ചലഞ്ച് ആയതുകൊണ്ട് ഞാൻ പച്ച മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് അൽഫാമിൻ്റെ ഒപ്പം കുടിക്കാനായിട്ട് മൗണ്ടെയിൻ ഡ്യൂ ആണ് ഉണ്ടായിരുന്നത്, നമ്മുടെ പച്ച ഡ്രിങ്കാണ് ഉണ്ടായിരുന്നത്. പിന്നെ ചേട്ടനും അമ്മയും കൂടി കുടിച്ചത് പെപ്സിയാണ് കേട്ടോ. എനിക്ക് അൽഫാമിൻ്റെ ഒപ്പം കുടിക്കാനായിട്ട് പെപ്സിയാണ് ഇഷ്ടം. അതാണ് നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ചേട്ടനും പെപ്സിയാണല്ലേ ഇഷ്ടം? അത് നമുക്ക് 3 പേർക്കും പെപ്സിയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു അൽഫാമിൻ്റെ ഒപ്പം കുടിക്കാനായിട്ട് ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ ഒരു പച്ച മുന്തിരി കഴിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്തിയാലേ നമ്മൾ ഇനി വന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.